എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒന്ന് മനസ്സിലാക്കുക, ഈ യോനി എന്ന് പറയുന്നത് ഒരു മസ്കുലർ ട്യൂബാണ്. ആ ട്യൂബ് വന്ന് ഗർഭപാത്രത്തിൻ്റെ വായ്മുഖമായ ആ സെർവിക്സിൽ നിന്നും പുറത്തേക്ക് ആ യോനിയുടെ ആ ദ്വാരം ഉണ്ടല്ലോ, പുറമേയുള്ള ആ യോനിമുഖം, അവിടം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിന് ഏകദേശം ഒരു 4.5 തൊട്ട് 7.5 ഇഞ്ച് ആണ് നീളമുള്ളത്. വികസിക്കാനും ചുരുങ്ങാനും പ്രാപ്തിയുള്ള ഒരു ഓർഗനാണ് ഈ ട്യൂബ്, ഈ യോനി എന്ന് പറഞ്ഞ ഈ ട്യൂബ്. യോനി മുഖം അല്ലെങ്കിൽ യോനി ദ്വാരം, അതിന് ചുറ്റുമുള്ള അവയവങ്ങൾ, ഇവയെ എല്ലാം ചേർത്താണ് നമ്മൾ ഗുഹ്യഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഗുഹ്യഭാഗം എന്ന് പറയുന്നത് വേറെയാണ്, യോനി എന്ന് പറയുന്നത് വേറെയാണ്. പലർക്കും ഇത് തമ്മിൽ കൺഫ്യൂഷനാണ്. ഈ ഒരു വ്യത്യാസം അറിയേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ആ സ്വകാര്യ ഭാഗത്തെ ക്ലീനിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പ്രകൃതി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ യോനിയുടെ ഉൾവശം, അതിൻ്റെ ഉള്ളിൽ നിന്നും ആ പുറത്തേക്ക് വരുന്ന ആ ഡിസ്ചാർജ് ഉണ്ടല്ലോ, അത് തന്നെ ക്ലീൻ ചെയ്യും എന്ന ആ ഒരു രീതിയിലാണ്. പുറമേ നിന്നും നമ്മൾ യോനിയുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലുള്ള സോപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്ലെൻസറോ ഒരു തരത്തിലുള്ള വാഷോ ഒന്നും തന്നെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വാസ്തവത്തിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുക. കാരണം യോനിയുടെ ഉൾവശത്ത് ആ യോനിയുടെ ആരോഗ്യത്തെയും ആ യോനിയുടെ pH ലെവലിനെയും എല്ലാം സംരക്ഷിച്ച് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന നല്ല അണുക്കളുണ്ട്. നമ്മൾ പുറമേ നിന്നും ഓരോ കാര്യങ്ങൾ യോനിയുടെ ഉള്ളിലേക്കിട്ട് യോനിക്കകം വൃത്തിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആ നല്ല ബാക്ടീരിയയെല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പുറമേ നിന്നും രോഗങ്ങൾ ഉണ്ടാക്കുവാൻ പ്രാപ്തിയുള്ള രോഗാണുക്കൾ ഉള്ളിലേക്ക് കയറുവാൻ നമ്മൾ അവർക്ക് ആ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ യോനിയുടെ ഉൾവശം ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സാധാരണഗതിയിൽ. എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അതിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം എന്തൊക്കെയോ ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ പിന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് മരുന്നും മറ്റു കാര്യങ്ങളുമെല്ലാം ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി യോനിയുടെ ഉള്ളിലേക്ക് ഈ വജൈനൽ വാഷും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എല്ലാം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ഡിസ്ചാർജിൻ്റെ ആ സ്മെല്ല് കാരണം ബുദ്ധിമുട്ടാകുമല്ലോ. പ്രത്യേകിച്ചും വിവാഹമെല്ലാം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയെല്ലാം ജീവിക്കുമ്പോൾ എന്ന് കരുതുന്ന സ്ത്രീകളോട് എനിക്ക് പറയുവാനുള്ളത്, സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, അതായത് നോർമലായിട്ട് ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ അണുബാധയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ഡിസ്ചാർജ് ഉണ്ടല്ലോ, ആ ഡിസ്ചാർജിന് അതിൻ്റേതായ ഒരു മസ്കി സ്മെൽ എന്നാണ് പറയുന്നത്. ഈ മസ്കി സ്മെൽ എങ്ങനെയാണെന്ന് എനിക്ക് വിശദീകരിക്കാനൊന്നും അറിയില്ല. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിളിൽ പോയി തപ്പിക്കോട്ടോ. അപ്പോൾ ആ ഒരു ഡിസ്ചാർജിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പിന്നെ ഈ ഡിസ്ചാർജിൻ്റെ സ്മെല്ലുമെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെയും ആശ്രയിച്ചിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര നല്ലതല്ലെങ്കിൽ തീർച്ചയായും അവിടുത്തെ ആ ഡിസ്ചാർജും പ്രതികൂലമായി ബാധിക്കപ്പെടും. മാത്രമല്ല, നമ്മൾ നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള അവിടുത്തെ ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന ഭക്ഷണം അല്ല നിത്യേന നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അണുബാധ വരുവാനും തന്മൂലം വരുന്ന ഡിസ്ചാർജിന് സ്വാഭാവികമായിട്ടും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സ്മെല്ലും, അതായത് പൊട്ട സ്മെല്ലും അതുപോലെ ഇച്ചിങ്ങും അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഡയറ്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രത്തിലുടനീളമായി അവളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ മൂലം ഈ ഡിസ്ചാർജിൻ്റെ അളവും രൂപഘടനയും എല്ലാം മാറി മറിഞ്ഞ് വരും. ചിലർക്ക് ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്ക് ഡിസ്ചാർജ് കുറച്ച് കുറവായിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ ബേജാറാകേണ്ട ഒരു ആവശ്യം ഇല്ല. യോനിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഡിസ്ചാർജിൻ്റെ തനതായ ആ സ്മെല്ലെല്ലാം മാറ്റുവാൻ വേണ്ടി നമ്മൾ അതിനുള്ളിലേക്ക് ഒരുപാട് ഫ്രാഗ്രൻസ്, അതായത് ഒരുപാട് സുഗന്ധം നിറഞ്ഞ് പലതരത്തിലുള്ള വാഷും മറ്റു കാര്യങ്ങളുമെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ആ ഒരു സ്മെല്ലാണ് ഉണ്ടാവുക, അതല്ലാതെ ആ ഡിസ്ചാർജിൻ്റെ തനതായ സ്മെല്ലല്ല. ഇപ്പോൾ പ്രകൃതിക്ക് ഈ റോസിൻ്റെ അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ സ്മെല്ലാണ് ഈ ഡിസ്ചാർജിന് വരുത്തേണ്ടിയിരുന്നത് എങ്കിൽ അത് അങ്ങനെ സജ്ജീകരിച്ചേനെ. അങ്ങനെയല്ലല്ലോ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിലെ വിവിധ സ്രവങ്ങൾക്ക് പലതരത്തിലുള്ള സ്മെല്ലാണുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ തനതായ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റാൻ നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയും ഞാൻ ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യോനിക്കകം ക്ലീൻ ചെയ്യാൻ ഒരിക്കലും മുതിരരുത്. ഈ ഓരോ വാഷും ഡൗഷിങ്ങും അങ്ങനെ ഓരോ കാര്യങ്ങളുമെല്ലാം ചെയ്ത് കേട്ടല്ലോ. ഇനി അടുത്തത് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഗുഹ്യഭാഗമുണ്ടല്ലോ, അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അത് ക്ലീൻ ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അതെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യത്തിനും അത് വളരെയധികം ആവശ്യമാണ്. അതിൽ ആ ഭാഗത്തെ രോമങ്ങൾ എടുത്തു മാറ്റേണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും നല്ല മാർഗം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം ഇതിനോടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലുമുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. ആ മുഖ്യഭാഗം വൃത്തിയാക്കുവാൻ നമ്മൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ചാൽ മതിയോ? സത്യം പറഞ്ഞാൽ ആ ഒരു സോപ്പല്ല ഉപയോഗിക്കേണ്ടത്. ആ ഭാഗം കുളിക്കുമ്പോഴും അതുപോലെ നമുക്ക് വേണ്ടപ്പോഴെല്ലാം നന്നായി വെള്ളമൊഴിച്ച് വൃത്തിയായി കഴുകുക. ആവശ്യമുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഈ മൈൽഡ് സോപ്പ് എന്താണെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സാധാരണ വിപണിയിൽ ലഭിക്കുന്ന മിക്ക സോപ്പുകളും സാധാരണയായി നമ്മൾ കുളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിക്ക സോപ്പുകളുടെയും pH ഒരു 9 മുകളിലാണ്. ആ ഭാഗം ക്ലീൻ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായതോ pH 6 താഴെയുള്ള ഒരു സോപ്പാണ്. വാസ്തവം പറഞ്ഞാൽ ഇതിനെ സോപ്പെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അതിനെ സിൻഡെറ്റ് ബേസ്ഡ് ക്ലീനിങ് ബാർ എന്നേ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. സിൻഡെറ്റ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡിറ്റർജൻറ്റ് എന്നർത്ഥം. എന്നാലും ആളുകൾക്ക് മനസ്സിലാക്കുവാനായി ചില കമ്പനീസ് സോപ്പ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മൈൽഡ് സോപ്പുകളുടെ വേറൊരു സവിശേഷത ഇവയ്ക്ക് സുഗന്ധം ഒട്ടും തന്നെ ഉണ്ടാകില്ല. അതല്ലെങ്കിൽ വളരെ നേർത്ത രീതിയിലുള്ള ഒരു സുഗന്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ മിക്ക സോപ്പുകൾക്കും നല്ല സുഗന്ധമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സുഗന്ധമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സോപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ. എന്നാൽ ഗുഹ്യഭാഗത്തെ ആ സ്കിന്നെല്ലാം വളരെ സെൻസിറ്റീവ് ആയത് കാരണം നമ്മൾ ആ ഭാഗത്ത് ഈ മൈൽഡ് സോപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ആ ഭാഗത്ത് മാത്രമല്ല, വേണമെങ്കിൽ തുടഭാഗത്തുമെല്ലാം നമുക്ക് ഈ മൈൽഡ് സോപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കഴുകുവാൻ നമുക്ക് വേണമെങ്കിൽ സുഗന്ധമുള്ള വേറെതെങ്കിലും സോപ്പ് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ മൈൽഡ് സോപ്പുകൾ? അതിന് കുറച്ച് ഉദാഹരണങ്ങൾ വേണ്ടേ നിങ്ങൾക്ക്? അതിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം. ആ ബ്രാൻഡ് തന്നെ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന, എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന, ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ പറയുന്നു എന്ന് മാത്രം. ശരിയാണ്, ഈ സോപ്പുകൾക്ക് സാധാരണ സോപ്പുകളേക്കാൾ കുറച്ച് വില കൂടുതലാണ്. എന്നിരുന്നാലും ആ ഭാഗം വൃത്തിയാക്കാൻ മാത്രമായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സോപ്പ് ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല അവിടെ വൃത്തിയായിരിക്കേണ്ടത്, അതുപോലെ ഇൻഫെക്ഷൻ ഒന്നും ഇടയ്ക്കിടെ വരാതിരിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ ഫീസ്, മരുന്നുകൾ, ആ ഇനത്തിലൊക്കെ കുറേ അങ്ങ് ചിലവായി പോകും. മാത്രമല്ല ഈ ഇൻഫെക്ഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് വേറെയും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, ഈ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് ഗുഹ്യഭാഗവും അതുപോലെ തുടകളുമെല്ലാം നമ്മൾ കഴുകുമ്പോൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് കഴുകേണ്ടത്? സാധാരണ പറയുകയാണെങ്കിൽ ദിവസത്തിൽ 2 നേരം വൃത്തിയാക്കിയാൽ മതി. ഇങ്ങനെ അതിൽ ഒരു പ്രാവശ്യം ഈ സോപ്പ് ഉപയോഗിക്കാം, രണ്ടാമത്തെ പ്രാവശ്യം ഈ സോപ്പ് ഉപയോഗിക്കണം എന്ന് പോലും ഇല്ല. ഇനി വിവാഹമൊക്കെ കഴിഞ്ഞതാണ്, ഭർത്താവുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ട ആ ഒരു സമയം അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഈ സോപ്പ് ഉപയോഗിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാം. എന്നിരുന്നാലും ഈ സോപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആ സുഗന്ധമുള്ള ആ ഒരു സോപ്പുകളൊന്നും ആ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കാൻ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്നും ആരും ആരോടും ചോദിക്കുകയുമില്ല, ആരും പറഞ്ഞു കൊടുക്കുകയുമില്ല. ഇങ്ങനെ വീഡിയോസിലൂടെ പബ്ലിക്കായിട്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരോടും ഇതെല്ലാം ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ എത്ര സമയം പോകുമല്ലേ? അതുകൊണ്ട് ഞാനും തന്നെ ചെയ്യാറില്ല. ഇനി പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സോപ്പല്ല ഉപയോഗിക്കുന്നത്, വൈപ്സ് ആണെന്നുണ്ടെങ്കിലും ആ വൈപ്സും ഒരുപാട് സുഗന്ധമുള്ള വൈപ്സൊന്നും ആകാൻ പാടില്ല. ഈ സിൻഡെറ്റ് ആ ബേസ്ഡ് ആയിട്ടുള്ള വൈപ്സും ലഭ്യമാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. അത് നമുക്ക് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. പുറത്തേക്ക് പോകുന്ന സമയത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ. അതല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. എന്നിട്ട് കയ്യിൽ എപ്പോഴും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ടവലോ ഉണ്ടാവണം. അത് വെച്ച് ഉപ്പിയെടുക്കുക. ഇങ്ങനെ ഉരയ്ക്കരുത്. ഉരച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്കിന്നായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നീറ്റലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒപ്പിയെടുക്കുന്നതും തുടച്ചെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവിടെ കഴുകുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ നിന്നും പുറകോട്ടായിരിക്കണം കഴുകേണ്ടത്. പിന്നിൽ നിന്നും മുന്നോട്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നിൽ എന്താണുള്ളത്? മലദ്വാരം. അവിടെ നിന്ന് മുന്നോട്ട് കഴുകിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ആ ഒരു അണുക്കൾ വല്ലതുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നിലേക്ക് ആ യോനി ഭാഗത്തേക്കും അതുപോലെ ആ മൂത്രനാളിയുടെ ഭാഗത്തേക്കും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യവും പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഒരുപാട് വേർത്തിട്ടുണ്ട്, ഒന്നുകിൽ ചൂട് കാലാവസ്ഥ, അതല്ലെങ്കിൽ ഒരുപാട് എക്സസൈസൊക്കെ ചെയ്ത ശേഷം, അതുപോലെ ആർത്തവ സമയത്ത് നമുക്ക് ആകെ വെറ്റായിട്ടിരിക്കുകയാണ്, അവിടെയൊക്കെ ആകെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രാവശ്യം ഈ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച്
കഴുകാവുന്നതാണ് ആ ഭാഗങ്ങൾ. എന്നാൽ അപ്പോഴും നമ്മൾ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫ്രാഗ്രൻസ് ഉള്ള, അതായത് സ്ട്രോങ് ആയിട്ടുള്ള സുഗന്ധമുള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള pH ഉള്ള സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗുഹ്യഭാഗത്തിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ച് എനിക്ക് ബേസിക്കായിട്ട് പറയുവാനുള്ളത്. ഇനി ഇതല്ലാതെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ വേറൊരു സെഷനിൽ അതെല്ലാം കവർ ചെയ്യാം.